ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഇന്നലത്തെ ബാക്കിയാട്ടോ. ഞങ്ങൾ ഒരു മാസം മാർച്ചിന് ലീവ് പോയിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ജോലി സ്ഥലത്തെത്തി. അപ്പോൾ എല്ലാവരോടും സോറി പറയുന്നു. അന്ന് നമുക്ക് തിരക്ക് കാരണം വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. സെറ്റ് ചെയ്യട്ടെ. ഇവിടെ പാഞ്ഞിട്ടുണ്ടോ? പൊന്ന അമ്മയ്ക്ക് എടുക്കണ്ടേ? എല്ലാരും കാണാൻ പറ്റുന്ന ഇത് ഞാൻ സോജയ്ക്ക് മേടിച്ച വാച്ച്. ഇത് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതല്ല കേട്ടോ, ഈ പ്രാവശ്യം മേടിച്ചതാണ്. പിന്നെ 3 പെൻസിലിന്റെ മേടിച്ചിട്ടുണ്ട്. ഇത് ക്യാമറ കുറച്ചുകൂടെ അടുപ്പിച്ച് വെച്ച്. ഇത് അപ്പു പൊന്നു കുഞ്ഞു. ജിക്ക് ബെൽറ്റ് വാങ്ങിയത് യൂസ് ചെയ്യണം. എന്റെ കൊച്ചിനെ കാണാൻ പറ്റുന്ന കൊച്ചിനെ കൊടുക്കണം. ത്രിജിയുടെ വാച്ചല്ലേ? ഇത് ഇച്ചിരി പൊക്കി വെച്ചേടാ. എന്റെ തലയും കാണുള്ളൂ, കൊച്ചിന്റെ തലയും കാണുന്നില്ല. എന്റെ തലയും കാണുന്നില്ല. പിന്നെ ഞാനൊരു ഹെഡ്സെറ്റ് വാങ്ങി. 450 രൂപയോ? 400. പിന്നെ കമ്മല് വാങ്ങി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് കമ്മല്. 30 രൂപയുടെ കമ്മല. കമ്മല് വാങ്ങി. നമുക്ക് ഇത് ഇഷ്ടപ്പെടും. എനിക്ക് കമ്മല് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നു. ആ ഫാൻ ചെറിയൊരു ഇതിൽ ഇടാൻ പറ്റും. എന്റെ മുടിയിലേക്ക് മാറ്റിയ ഇത് ചേച്ചിയുടെ പിള്ളേർക്ക് 2 വള വാങ്ങിയിട്ട്. പൊന്നു കുഞ്ഞിനും അതേതാ പിന്നെ ഒക്കെ 30 രൂപ. ഇതൊക്കെ മേടിക്കും. അല്ലെങ്കിൽ ഇടാതെ നടക്കുന്നത് എവിടെ പോകുമ്പോ ഇടാനാ. ഇത് മാല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ്. ഇത് 2 എണ്ണത്തിന് 50 രൂപ. ഇങ്ങനത്തെ 2 മാല. പിന്നെ ഒരു ക്ലിപ്പ്. ഇതെന്റെ വാച്ച്. ഇതെന്റെ ഹെഡ്സെറ്റിന്റെ. ഇത് ഞാൻ ഇതിന് 100 രൂപയല്ലേ. മാല മാല വേണോ? എടുത്തിട്ടേ
സുന്ദരനാവോ നോക്കട്ടെ അമ്മ. സുന്ദരിയാവും നോക്ക്. ഇത് അമ്മയുടെ ചേക്കൻ കൊച്ചു പെൺകൊച്ചായോ? ഉരുക്കൊട്ടട. അപ്പം അയ്യോ എന്തൊക്കെ കമ്മലുണ്ടായിരുന്നു. ഇത് അതിന് കിട്ടിയ കമ്മല്. പൊടിക്കരുതട്ടോ. പിന്നെ ഇത് ഞാൻ ഇപ്പം ഇട്ടേക്കുന്ന പോലത്തെ ഡ്രസ്സ് 3 എണ്ണം മേടിച്ചു ഞാൻ. ഒന്ന് ഈ കളറും ഒന്ന് ഈ കളറും, പാൻറ്റും ഷർട്ടും ആയിട്ട്, ഇതുപോലത്തെ ഷർട്ടായിട്ട്. ഇതിന് 300 രൂപയായി. പൈസ പറയുന്നു. ഇത് ഞാൻ കൊച്ചിന് ഒരു ഷർട്ടും നിക്കറും മേടിച്ചത്. പിന്നെ ഇത് ഞാൻ കസിൻ്റെ കൊച്ചിന് മേടിച്ചതാണ്, ഒരു ഉടുപ്പ്, കുഞ്ഞുടുപ്പ്. പിന്നെ ഞാൻ എനിക്കൊരു ടോപ്പ് വൈറ്റ്. ഞാൻ കൊച്ചിന് മേടിച്ച ഷർട്ട് ഇട്ടത് ഞാൻ പ്രശ്നമുണ്ട്. ഇത് നല്ല രസം. ഇത് അവിടെ കൊടുക്കാൻ. ഇത് ഉള്ളിൽ പെനിയനും ഇത് തുറന്നേക്കാണ്. ഇത് മേടിച്ചു, വേറെ കൂടി മേടിച്ചു. നമ്മുടെ പൊന്നി ഷർട്ട് ഒന്ന് ഇട്ട് നോക്കിയത്. പിന്നെ ഇത് ഞാൻ വേറെ ഈ കൂട്ടിലേക്ക് വാരിയിട്ട അമ്മയുടെ പൊന്നി. ഇതെല്ലാം ഈ കൂട്ടിലേക്ക് വാരിയിട്. ഇങ്ങനെ ഇട്. ഇതൊരു ബനിയനും ഒരു പാന്റും വാങ്ങി. പിന്നെ ഒരു ഉടുപ്പ്. ഇതാമേ ഒരു വൈറ്റ് ഉടുപ്പ്. അതല്ലേ ഇതങ്ങ് കയ്യോടെ അങ്ങ് മാറ്റി വെച്ചേ. ഒന്ന് വന്ന് പോകുമ്പോൾ കൊടുക്കാം. പോകുമ്പോൾ ഇത് രണ്ടും. ഇത് ഞാൻ എനിക്ക് സാരി ചുരിദാർ ഇടുമ്പോൾ ഷൂ അല്ലേ, അപ്പം അതിന് ചെരുപ്പ്, അതിനൊരു ചെരുപ്പ് വാങ്ങിക്കുന്നത് എനിക്ക്. ഇത് ഇതൊക്കെ ഞാൻ മനസ്സിലെടുത്ത് ഒരു ചെരുപ്പ് വാങ്ങി. ഇത് ഞാൻ ഒരു വെള്ളപ്പാവാട മേടിച്ചത്. ഇതൊരു ബ്ലാക്ക് ജീൻസും നീല ജീൻസും. താങ്ക് യു. ഉണ്ട്.
ഇത് ചേട്ടായിക്ക് ചെരുപ്പ് വാങ്ങി ഷൂ വാങ്ങിയത്. ഋഷിക്ക് വെള്ള. ഇത് വേണ്ടാന്ന് പറഞ്ഞ എന്തോ ഒരു അടി ഉണ്ടാക്കിയെന്ന് അറിയാം. എനിക്ക് വെള്ളച്ചെരുപ്പ് വേണ്ട, വെള്ളച്ചെരുപ്പ് വേണ്ടാന്ന് പറഞ്ഞ തേച്ച് കഴുകി വെച്ചാൽ മതി. പിന്നെ തേച്ച് കഴിച്ചിട്ട് ഇതെന്റെ ഞങ്ങൾക്ക് എന്തൊക്കെ സെയിം. ഇതിനെ കഴിഞ്ഞു സൈഡിന്റെ കൊച്ചിനെ വേദന മറിയോ. പിന്നെ ഈ കള്ളിയിൽ എന്തെങ്കിലും ഉണ്ടോന്ന് വെച്ചാൽ ഇതെന്റെ കൂളിംഗ് ഗ്ലാസ്. എന്റെ കൂളിംഗ് ഗ്ലാസ്. ഋജിയുടെ കൂളിംഗ് ഗ്ലാസ്. അങ്ങനെ ഇതിലെ സാധനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി പെട്ടി നമുക്ക് പൊട്ടിക്കാം. അത് ഓപ്പൺ ചെയ്തിരിച്ച് മറ്റന്നാൾ ഇവനെ കാണാൻ പറ്റില്ല. ഈ വശം വേണ്ട, നമ്മൾ ഇത്ര ഇച്ചിരി ശരിച്ചോ. ആ പെട്ടി തുറക്കാം. ആ ഉടുപ്പ് കാണിച്ചു കൊടുത്തിട്ടേക്കണേ. ഭയങ്കര ചൂട്, അത് കാരണം സാധനം ഇട്ടേക്ക് മുടി മൊത്തം പറഞ്ഞു തുടങ്ങി. ഗുഡ് ബോയ്. നല്ല മടിയിലേക്കോ. ഇറങ്ങണേട്ടാ നിങ്ങൾ പെട്ടി തുറക്കണം, എനിക്കൊന്ന് കാണണല്ലോ. ആദ്യം തന്നെ കൊച്ചിന്റെ മണ്ടി കൊടുത്തിട്ടുണ്ട്. ഇത് എന്റെ നെയിൽ പോളിഷ് കഴിഞ്ഞ മേടിച്ചതാണ്. ഇതെന്റെ ജാക്കറ്റ് കേട്ടോ, പഴയത്. ഇത് പിന്നെ ഞങ്ങളുടെ യൂണിഫോം ഉണ്ട്. ഇത് ഞാൻ ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇതെന്റെ ബ്ലൂടൂത്ത് സ്പീക്കർ. ഇതെന്റെ കുടുക്ക. ഇതിനെ പൊട്ടിക്കാനുള്ള. ഇത് ഞാൻ മേടിച്ചൊരു ടോപ്പാണ്. ഇതും പിന്നെ ഒരു ബ്ലാക്ക് ടോപ്പ്. അതിന് വേണ്ടിയുള്ള ബ്ലാക്ക് കോട്ട്, നെറ്റ് പോലത്തെ കോട്ട്. അതുപോലെ വൈറ്റ് കോട്ട്. ഇത് ഇത്ര ഉള്ളൂ. ഇതാ പിന്നെ ഇത് വേറെ ഐറ്റംസ്. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്, എലിമിനേഷൻ ബൾബിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട്.
അണ്ടിപ്പരിപ്പും മുന്തിരി ബദാം ബദാമും കൊച്ചിന് വേണ്ടി മേടിച്ചാണ്. ഞാൻ കഴിക്കും. ഈ മറ്റേ വീഡിയോ എടുത്ത് കാണിക്കണായിരിക്കും നല്ലത്. അണ്ടിപ്പരിപ്പും ബദാമും കൊച്ചിന് മേടിച്ചത്. അവന്റെ കാട്ടായി അട്ടെ പിന്നെ എലിമിനേഷൻ ബൾബ് ഇത് സെറ്റ് ആക്കാനുണ്ട് നാളെ. എവിടെ കളിക്കുന്നുണ്ട്? പൊരിഞ്ഞ കളിയാണേ. പിന്നെ ഒരു വൈറ്റ് ഷൂ കൊച്ചിന്. ഞങ്ങൾ മൂന്നുപേരും ഒരേപോലെ ഷൂ വെള്ള. ഇനി കളിയിലൊന്നുമില്ല. അതിന്റെ സെറ്റ് സാരിയാ, ഇതൊന്നുമില്ല. അങ്ങോട്ട് ഇത് കൊച്ചിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് അവിടുത്തെ സാർ കൊടുത്താണ്. സാറ് തന്നത്. ഇതൊരു 4 എണ്ണം ഉണ്ട് കുഞ്ഞുങ്ങളുടെ. നാളെയാണ് ബർത്ത്ഡേ, പക്ഷെ ഗിഫ്റ്റ് ഒക്കെ നേരത്തെ കിട്ടി തുടങ്ങി. ഇത് ധൃതിയുടെ ഷർട്ട്. ഇതിന് പിന്നെ ഞാൻ കൊച്ചിനൊരു ജീൻസ് വാങ്ങിയിരുന്നു. ഇതൊന്ന് ഇരിച്ച് നോക്കാം. അവൻ ജീൻസ് വാങ്ങി. അതെൻ്റെ ബാഗിലാപ്പോ. ഇത് പഴയതാണ് നമ്മുടെ ഡ്രസ്സ്. ഇത് ഞങ്ങൾ ബർത്ത്ഡേയുടെ അന്ന് കാണിച്ചു തരാം. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയ, ഫ്രൂട്ട്സ് അല്ല അണ്ടിപ്പരിപ്പ് ബദാം എല്ലാം ഇതുള്ളത് മേടിച്ചായിരുന്നു. മിക്സഡ് ഫ്രൂട്ട്സ്. പിന്നെ ഇത് ഇത് ഞങ്ങൾക്ക് ഡോക്ടർ തന്നാണ്. ഇതിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആണ് അടുത്ത ഡോക്ടർ. കാണിക്കണ്ട് തന്നെ. നോക്ക് നമ്മുടെ പൊന്നിന് വണ്ടിയിൽ മുഴുകിയിരിക്കുകയാണ്. ഇത് നമുക്ക് ഇട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം. ഇത് ഡോക്ടറായിട്ട് നമുക്ക് ആദ്യം ഗിഫ്റ്റ് തന്നു. നമ്മുടെ കയ്യിലേക്ക് ആദ്യം ഗിഫ്റ്റ് ഇട്ട് ഡോക്ടറിന്റെ. പിന്നെ ഇതില് അമ്മച്ചിക്കുള്ള പേഴ്സ്, പിള്ളേർക്കുള്ള സാധനങ്ങള്, ഡൽഹിയിൽ നിന്ന് മേടിച്ച സാധനങ്ങള്. ഡൽഹിയിൽ നിന്ന് മേടിച്ചത്. ഇത് നമ്മൾ ഡൽഹിയിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണ്. പിന്നൊന്നുമില്ലല്ലോ. പിന്നൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. കലാസ്. ഞങ്ങളുടെ പെട്ടിപ്പൊട്ടിക്കൽ ഇത്രേ ഉള്ളൂ. കഴിഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എല്ലാത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ എടുത്തു. ഞാൻ രംഗോലൊക്കെ ഫോട്ടോ വേണോ കുഞ്ഞാ? ബാക്കും കിട്ടുക അതും കിട്ടുക അതും കിട്ടുക.